വളാഞ്ചേരി നഗരസഭയുടെ അവഗണനയ്ക്കെതിരെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാൻ നഗരസഭയിലെ വോട്ടർമാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പരിഹാരമാവാതെ വന്നതോടെയാണ് കൊട്ടാരം ദ്വീപ് പ്രദേശങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെ ആരും വോട്ട് ചെയ്യില്ല, ഇനി ആര് വന്നാലും ഇവിടെ ആരും വോട്ട് ചെയ്യുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, വോട്ടിന്റെ കാര്യമൊക്കെ എന്ത് വേണമെന്ന് അതും ഞങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കും. വോട്ട് ചെയ്യണോ, ഒരാൾക്കും വോട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു അവസ്ഥ, അങ്ങനെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. വളാഞ്ചേരി നഗരസഭയിലെ കൊട്ടാരം തോടിന്റെ ഭിത്തികൾ ഉദ്യാനപാതയ്ക്കായി സ്വകാര്യ കരാറുകാർ മണ്ണെടുത്ത് നീക്കിയിട്ട് വർഷങ്ങളായി. ഓരോ തവണ കാലവർഷം വരുമ്പോഴും സമീപ പ്രദേശത്തെ പാടശേഖരത്തിലേക്ക് വീടുകളിലേക്കും വെള്ളം കയറി വീട്ടുപകരണങ്ങളും താമസ സ്ഥലവും ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയിലാണ്. പലതവണ നഗരസഭയിലും വാർഡ് കൗൺസിലറോടും പരാതികൾ പറഞ്ഞെങ്കിലും വർഷങ്ങളായി പരിഹാരം ലഭിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. നിലവിലെ ഭരണസമിതി കാലാവധി പൂർത്തിയാകാറായിട്ടും പരിഹാരം ലഭിക്കാത്തതിനാൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശത്തെ പരിസരവാസികളുടെ തീരുമാനം. ഈ കഴിഞ്ഞ വർഷം വെള്ളം ഏകദേശം ഇങ്ങനെ വീടുകളിലേക്ക് കയറില്ല എന്നുള്ള അവസ്ഥ എത്തി. പക്ഷേ ഭാഗ്യം കൊണ്ട് മഴ നിന്നതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഒന്നും നടക്കുന്നില്ല. ചെയ്യാം ആ തോടിൻ്റെ ആഴം കൂട്ടലും പൊട്ടിയ വരമ്പ് കെട്ടി പൊക്കലൊക്കെ അതൊക്കെ ചെയ്യാന്ന് കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവർ പറയുകയാണ് ഇപ്പം ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞു, മഴ തുടങ്ങി. ഇനി ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മഴയുടെ മുമ്പ് തീരുമില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ആ വർക്കുകൾ ചെയ്യണം. എന്നിട്ട് ഈ പ്രാവശ്യങ്ങളിൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പലതവണ ബന്ധപ്പെട്ടതാണ്. യാതൊരു അനക്കമില്ല. അതിൽ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ശക്തമായ പ്രതിഷേധമുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, വോട്ടിന്റെ കാര്യമൊക്കെ എന്ത് വേണമെന്ന് അതും ഞങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കും. വോട്ട് ചെയ്യണോ, ഒരാൾക്കും വോട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു അവസ്ഥ, അങ്ങനെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ എന്ത് വേണമെന്നുള്ളത് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള പരിപാടിയാണ്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലമായിട്ടും ഈ തോട് നേരാക്കാൻ പറഞ്ഞിട്ട് ഇത്ര കാലമായിട്ടും നേരാക്കിയിട്ടില്ല. പുതിയ ആൾക്കാർ വന്നു, പുതിയ മെമ്പർമാരും അങ്ങനെ കുറെ ആൾക്കാർ വന്നു. ഇതുവരെ ആയിട്ട് ഈ തോട് നേരാക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ഭാഗം വരെ മാത്രം നന്നാക്കിയിട്ടുള്ളൂ. ഇങ്ങണ്ട് നന്നാക്കിയിട്ടില്ല ഇതുവരെ ആയിട്ട്. പിന്നെ പിന്നെ പല വെള്ളപ്പൊക്കം വന്നാൽ തന്നെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇങ്ങോട്ട് കയറുകയാണ് വെള്ളം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള വീട്ടിൽ ഇപ്പൊ ഇവിടെയുള്ള 4-5 വീടുണ്ട്. ആ 4-5 വീട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇറങ്ങി തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആരും വോട്ട് ചെയ്യില്ല, ഇനി ആര് വന്നാലും ഇവിടെ ആരും വോട്ട് ചെയ്യുന്നില്ല. മൊത്തത്തിൽ വെള്ളം കയറുകയാണ്. ഇങ്ങോട്ട് ഞങ്ങളെ മുറ്റത്ത് വരെ വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ മതിൽ കെട്ടി ഞങ്ങൾക്ക് എന്തായാലും ശരിയാക്കി തരാം. നമ്മള് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് എല്ലാ കൊല്ലം അത് പറയണതാ. അപ്പൊ അവര് പറയണം, മെമ്പർ വന്നിട്ടും എല്ലാവരും വന്ന് പറയും ഇപ്പൊ അടുത്ത കൊല്ലം ഒക്കെ റെഡിയാക്കാന്ന് പറയല്ലാതെ ഞങ്ങൾ ഈ നികുതിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരാന്നുള്ള ഒരു ബോധം മുനിസിപ്പാലിറ്റിക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കത് മനസ്സിലാവുന്നത്. പോയതാണ്. ഇപ്രാവശ്യം എന്തായാലും അത് കെട്ടിത്തരാമെന്ന് പറഞ്ഞാണ്. ഇപ്പോഴും ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഒരു കാര്യങ്ങളും ചെയ്യണില്ല.